ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ +2 ശേഷം സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള 2 സ്ട്രീമുകളാണ്. ഒന്ന് ബാച്ചിലർ ഓഫ് ഫാർമസി ബിഫാമും മറ്റത് ഡിപ്ലോമ ഇൻ ഫാർമസി ഡിഫാം എന്നുള്ളത്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ബാച്ചിലർ ഓഫ് ഫാർമസി ബിഫാം എന്നുള്ളത് ഒരു അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാമാണ്. നേരെ മറിച്ച് ഡിപ്ലോമ ഇൻ ഫാർമസി ഡിഫാം എന്നുള്ളത് ഒരു ഡിപ്ലോമ കോഴ്സാണ്. ബിഫാം ബാച്ചിലർ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് 4 വർഷവും ഡിപ്ലോമ ഇൻ ഫാർമസി ഡിപ്ലോമ കോഴ്സിന്റെ ഡ്യൂറേഷൻ 2 വർഷവുമാണ്. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി കോമ്പിനേഷനാണ് പഠിക്കേണ്ടത്. ബിഫാമിനും ഡിഫാമിനും രണ്ടും സെയിം ആണ്. ബിഫാം കോഴ്സിന്റെ ഫോക്കസ് നോക്കുകയാണെങ്കിൽ ഇൻഡെപ്ത് സ്റ്റഡിയും ക്ലിനിക്കൽ അപ്ലിക്കേഷൻസുമാണ്. ഡിഫാമിന്റെ ആകട്ടെ ഫാർമസി ഡിസ്പെൻസേഷന്റെ പ്രാക്ടിക്കൽ സൈഡാണ് നോക്കുന്നത്. ബിഫാം പഠിച്ച കൂട്ടുകാർ ഏത് രീതിയിലുള്ള പ്രാക്ടീസിംഗ് ആണ് ചെയ്യുന്നത്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, R&D, ടീച്ചിങ്, ക്ലിനിക്കൽ റിസർച്ച് മേഖലയിലാണ് മെയിൻ ആയിട്ടും ഇവരുടെ ഫോക്കസ് എന്നുള്ളത്. അതോടൊപ്പം ഡ്രഗ് മാനുഫാക്ചറിംഗിന്റെ R&D ഡിവിഷനിലും ഇവർക്ക് താല്പര്യമുണ്ട്. ഡിപ്ലോമ ഇൻ ഫാർമസി ഡിഫാം പഠിച്ച കൂട്ടുകാരാകട്ടെ ഫാർമസി ഡിസ്പെൻസേഷൻ, ഫാർമസിയിൽ മരുന്ന് എടുത്തു കൊടുക്കുന്ന രീതിയിലുള്ള ജോബിലാണ് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് റീറ്റെയിൽ ഫാർമസി ഡിസ്പെൻസേഷൻ, ഡ്രഗ് മാനുഫാക്ചറിംഗ് മേഖലയിലാണെങ്കിൽ ടെക്നീഷ്യൻ റോളിലാണ് ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. ഇനി ഹയർ എഡ്യൂക്കേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഓഫ് ഫാർമസി ബിഫാം പഠിച്ച കൂട്ടുകാർക്ക് മാസ്റ്റർ ഓഫ് ഫാർമസി എംഫാം, അതോടൊപ്പം PhD ചെയ്യാനുള്ള അവസരമുണ്ട്. നേരെ മറിച്ച് ഡിപ്ലോമ ഇൻ ഫാർമസി ഡിഫാം പഠിച്ച കൂട്ടുകാർക്കാകട്ടെ ഡിഫാമിന് ശേഷം ബാച്ചിലർ ഓഫ് ഫാർമസി ബിഫാം ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇവർക്ക് എംഫാമിലേക്കും PhDയിലേക്കും പോകാൻ പറ്റൂ. അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഓഫ് ഫാർമസി ബിഫാമിൽ ബ്രോഡർ ഓപ്പർച്യൂണിറ്റീസ് ആണ്, കൂടുതൽ കരിയർ സാധ്യതകളുണ്ട്. ഹയർ എഡ്യൂക്കേഷൻസിന് ഓപ്ഷൻസുകളുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളുമുണ്ട്. ഡിഫാം ആകട്ടെ മെയിൻ ആയിട്ടും ഇത് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇമ്മീഡിയറ്റ് വർക്ക്, പെട്ടെന്ന് ജോലി ലഭിക്കാനും ഓൺടർപ്രണർഷിപ്പ്, സ്വന്തമായി ഫാർമസി സ്റ്റാർട്ട് ചെയ്യാനൊക്കെയുള്ള അവസരം ലഭിക്കും. ഡിസ്അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ബിഫാമിന്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്. അതുകൊണ്ട് തന്നെ ലെങ്തി പ്രോസസ്സാണ്, കൂടുതൽ സമയമെടുക്കും, ചെലവ് കൂടിയതാണ്, കോഴ്സ് ഫീസ് എന്നുള്ളത് കൂടുതലാണ്. ഡിഫാമിന്റെ കാര്യമാണെങ്കിൽ ലിമിറ്റഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് മെയിൻ ആയിട്ടും ഒരു നെഗറ്റീവ് റിമാർക്ക് ആയിട്ടുള്ളത്. പഠിക്കാൻ ആഗ്രഹം ബാച്ചിലർ ഓഫ് ഫാർമസി ബിഫാം ആണോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഡിഫാം ആണോ? തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഏത് രീതിയിലുള്ള കരിയർ ആസ്പെക്റ്റ് ആണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും.